ഹായ് ഫ്രണ്ട്സ്, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസിന്റെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യൂജു ആണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് ഗോയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സു ആണെങ്കിൽ ഈ വരുന്ന സാറ്റർഡേ യൂജുവിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് എന്നൊക്കെയാണ് യൂജു ഗോയോട് ചോദിക്കുന്നത്. സു ആണെങ്കിൽ തന്നെ ഡേറ്റിന് വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ ആകെപ്പാട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ യൂജു ആണെങ്കിൽ എങ്ങനെയൊക്കെയോ 2 ദിവസം തള്ളി നീക്കുന്നു. ഇന്നാണ് യൂജു ആണെങ്കിൽ സുവിന്റെ കൂടെ ഡേറ്റിന് പോകുന്നത്. അങ്ങനെ യൂജു ആണെങ്കിലും ഒരുങ്ങി സുന്ദരിയായി സു വരുന്നതിന് മുന്നേ തന്നെ ആ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുന്നു. സുവിനെ പ്രതീക്ഷിച്ചാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ആ സമയവും യൂജു ആണെങ്കിൽ ഗോയയ്ക്ക് മെസ്സേജ് അയക്കാനൊന്നും മറക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സുവിന് പകരം അങ്ങോട്ടേക്ക് യുന്നെത്തുന്നത്. ഇവര് രണ്ടുപേരും പരസ്പരം കണ്ട് ആകപ്പാട് ഷോക്കാവുന്നു. സു ആണെങ്കിൽ തങ്ങളെ ഡേറ്റിന് വിളിച്ചിരിക്കുവാണ് എന്നാണ് ഇവരാണെങ്കിൽ ആദ്യം വിചാരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം സു ഇവര് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സു എത്തുന്നത്. നിങ്ങൾ രണ്ടും എന്താ അവിടെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് വന്നിരിക്കെ എന്നും പറഞ്ഞ് സു ആണെങ്കിൽ അവരെ മാറ്റിയിരുത്തുന്നു. എന്നാൽ സു ആണെങ്കിൽ ഇവരെ രണ്ടുപേരെ മാത്രമല്ല, സുവിന്റെ എക്സ്ട്രാ ക്ലാസ്സിനിരുന്ന ആ 11 പേരെയും സു ആണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ ഡേറ്റിനായിരിക്കും തങ്ങളെ വിളിച്ചത് എന്ന് വിചാരിച്ച് ഇവര് രണ്ടുപേരുമാണ് ആ രീതിയിൽ ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്. യൂജു ആണെങ്കിൽ ആകെപ്പാടെ ചമ്മി പോകുന്നുണ്ട്. അതേസമയം ഡേറ്റ് എന്തായി ഫോട്ടോസ് അയക്കുക എന്നൊക്കെ പറഞ്ഞ് ഗോയെ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ യൂജു ആണെങ്കിലും അവരോടെല്ലാം പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം അടുത്ത ദിവസം കണ്ണു തുറക്കുന്ന സൂനെയാണ് കാണിക്കുന്നത്. സു ആണെങ്കിൽ അവന്റെ കണ്ണാടി വെച്ചിട്ടും അവന് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു. സു ആകെപ്പാട് പേടിച്ചു പോകുന്നു. സു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂനിനെ വിളിച്ചിട്ട് തനിക്ക് കണ്ണ് കാണുന്നില്ല എന്ന കാര്യമെല്ലാം സു യൂനിനോട് പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് സൂനെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ആണെങ്കിൽ പല ലെൻസും വെച്ച് നോക്കിയിട്ടും അവന് ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ ആണെങ്കിലും സൂനോട് സർജറി വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഡോക്ടറിനെ കണ്ടിറങ്ങിയ സൂനോട് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ബാക്കി 3 പേരും ചോദിച്ചു. അപ്പോഴാണ് ഡോക്ടർ പിന്നീട് എന്താണ് സംസാരിച്ചത് എന്ന് കാണിക്കുന്നത്. ഈ സർജറി ചെയ്താലും കാഴ്ച തിരിച്ചു കിട്ടാൻ 50% മാത്രമേ ചാൻസ് ഉള്ളൂ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ സു ആണെങ്കിൽ ഈ കാര്യമൊന്നും പറയുന്നില്ല. തനിക്ക് സർജറി ആവശ്യമാണ് എന്ന് മാത്രമാണ് സു അവരോട് പറയുന്നത്. അങ്ങനെ അവരാണെങ്കിലും സൂനെ സേഫായി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൂന് പകരം ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് യൂനാണ്. യൂനാണെങ്കിലും സൂന് കണ്ണു വയ്യ എന്നുള്ള കാര്യമെല്ലാം ക്ലാസ്സിൽ വന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് യൂജുവും പേടിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യൂജുവിന് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം യൂജു ആണെങ്കിൽ യൂനിനോട് ചോദിക്കുന്നു. അങ്ങനെ യൂനാണെങ്കിലും സൂന്റെ സർജറി കാര്യമെല്ലാം യൂജുവിനോട് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് അവള് വിഷമിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സൂന്റെ സർജറി ദിവസമാണ് കാണുന്നത്. ബാക്കി 3 ടീച്ചേഴ്സും അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് സൂനെ സർജറിക്ക് കയറ്റുന്നത്. അതേസമയം സ്കൂളിലിരുന്ന യൂജുവിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഇന്നാണ് സൂന്റെ സർജറി എന്നറിയാവുന്ന യൂജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. സൂനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് യൂജു പോകുന്നത്. അപ്പോഴേക്കും സൂന്റെ സർജറിയും കഴിഞ്ഞിരുന്നു. പേടിച്ച പോലൊന്നുമില്ല, സർജറി സക്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ച കഴിയാതെ സൂന്റെ കണ്ണിലെ കെട്ടുകളൊന്നും ഒഴിക്കാൻ സാധിക്കില്ല. കുറഞ്ഞത് 3-4 ആഴ്ച റെസ്റ്റ് എടുത്താൽ മാത്രമേ അവന്റെ പൂർണ്ണ കാഴ്ച തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ പറയുന്നു. അങ്ങനെ ആ ഡോക്ടേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് തന്നെ ഓടി യൂജു അങ്ങോട്ടേക്ക് എത്തുന്നത്. യൂജു ഒന്നും മിണ്ടാതെ തന്നെ വന്നത് യൂജു ആണ് എന്നുള്ള കാര്യം സു മനസ്സിലാക്കി. ക്ലാസ് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നിന്റെ 2 പോയിന്റ് ഞാൻ കുറയ്ക്കും യൂജു എന്നൊക്കെയാണെങ്കിൽ സു പറയുന്നു. നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണെങ്കിൽ യൂജു സൂനോട് ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ച് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്കറിയാവോ? അത് 10 വർഷം മുന്നേ ഉള്ള ഒരു പ്രോമിസ് ആണ് എന്നൊക്കെ സു പറയുന്നു. യൂജുവിന് എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ഈ കണ്ണാടി വെച്ചിരിക്കുന്ന കൊച്ചു പയ്യനാണ് സു. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂജുവും. ആ കൊച്ചു പ്രായത്തിലും അവൾക്കാണെങ്കിൽ മാത്സിന് മാർക്കെല്ലാം കുറവായിരുന്നു. അങ്ങനെ സു ആണെങ്കിലും അവളെ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സു പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലായി. മാത്സ് ഇത്രയ്ക്ക് ഈസിയാണോ, അടുത്ത തവണ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 100 മാർക്ക് മേടിക്കും എന്നൊക്കെ യൂജു പറഞ്ഞ് അവന് പ്രോമിസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ആദ്യമായി മീറ്റ് ചെയ്തതും ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഈ പ്രോമിസിന്റെ കാര്യമാണ് സു ഇടയ്ക്കിടയ്ക്ക് യൂജുവിനോട് പറയുന്നത്. അത് മാത്രമല്ല, സു ആണെങ്കിൽ ആദ്യമായി യൂജുവിനെ പഠിപ്പിക്കാൻ വന്ന സമയത്ത് അവളോട് മാർക്ക് ചോദിച്ചിരുന്നില്ലേ? ആ സമയത്ത് അവൾക്കാണെങ്കിൽ 4 മാർക്കായിരുന്നു മാത്സിന്. താൻ കൊച്ചിലെ പരിചയപ്പെട്ട ആ കൊച്ചു പെൺകുട്ടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സു അന്ന് അവളുടെ മാർക്ക് ചോദിച്ചത്. അത് മാത്രമല്ല, സു ആണെങ്കിൽ ഒരു എപ്പിസോഡിൽ നീയാണ് എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്നും പറഞ്ഞിരുന്നില്ലേ? കുഞ്ഞിലെ സു യൂജുവിനെ പഠിപ്പിച്ച ആ ഓർമ്മയിലാണ് അവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ യൂജു ആണെങ്കിലും അതെല്ലാം ഓർത്തെടുക്കുന്നു. അവൾക്കാണെങ്കിലും അതെല്ലാം ഓർത്തെടുത്തിട്ട് സന്തോഷമാണ് വരുന്നത്. അവൾക്കാണെങ്കിൽ 8 വയസ്സുള്ളപ്പോഴാണ് സുവിനെ പരിചയപ്പെടുന്നത്. എന്ന് വെച്ചാൽ സു ആണെങ്കിൽ നാദുലിനെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ യൂജുവിനെയാണ് പരിചയപ്പെട്ടത്. അതൊക്കെ ഓർത്ത് യൂജുവും സന്തോഷിക്കുന്നു. അങ്ങനെ യൂജു ആണെങ്കിലും നാദുൽ ഗേൾ ഫ്രണ്ട് ആണോ എന്ന കാര്യമെല്ലാം സുവിനോട് ചോദിക്കുന്നു. എന്നാൽ സു ആണെങ്കിൽ നാദുൽ തന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ടിട്ട് യൂജുവിന് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം
വിശ്വാസമാവുന്നില്ല. കള്ളൊന്നും പറയണ്ട, നിങ്ങൾ നാദുലിനെ കാണുന്ന സമയത്ത് നല്ലൊരു സ്മൈലല്ലേ അവൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ യൂജു ആണെങ്കിൽ സൂനോട് പറയുന്നു. അത് പിന്നെ നീ നിന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരിക്കുന്നില്ലേ, അതേപോലെയുള്ളൂ എന്നൊക്കെയാണ് സൂ മറുപടി പറയുന്നത്. അപ്പോൾ എനിക്കൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെ യൂജു ഓർക്കുന്നു. നാദുൽ സൂന്റെ വേറെ ഒരു ഫ്രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ യൂജും ഹാപ്പി ആവുന്നു. സൂനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് യൂജും അവിടെ നിന്ന് പോയി. അങ്ങനെ വീട്ടിലെത്തിയ യൂജു ആണെങ്കിൽ താൻ 8ാമത്തെ വയസ്സിൽ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്നുള്ള കാര്യമെല്ലാം യൂജുവിന്റെ പേരൻസിനോട് ചോദിക്കുന്നു. എന്നാൽ അവർക്കാണെങ്കിലും അതൊന്നും ഓർമ്മയില്ലായിരുന്നു. നിനക്ക് അതിന് മാത്രം അസുഖമൊന്നും വന്നിട്ടില്ല എന്നാണ് പേരൻസും പറയുന്നത്. അങ്ങനെ നമ്മുടെ സൂന്റെ കണ്ണെല്ലാം ഓക്കെ ആയിട്ട് സൂ നേരെ സ്കൂളിലേക്കാണ് വരുന്നത്. അപ്പോഴേക്കും അവരുടെ എക്സാം എല്ലാം കഴിഞ്ഞ് അവരാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. സൂ ആണെങ്കിൽ യൂജുവിനോട് 50 മാർക്ക് മാത്സിന് മേടിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അവളാണെങ്കിൽ ഇപ്പോൾ 55 മാർക്കാണ് മേടിച്ചിരിക്കുന്നത്. ആ എക്സൈറ്റ്മെന്റിൽ യൂജു ആണെങ്കിൽ സൂ കാണാൻ വേണ്ടിയിട്ട് ആ ആൻസർ ഷീറ്റ് അവളുടെ യൂണിഫോമിൽ തന്നെയാണ് പിൻ ചെയ്ത് വെക്കുന്നത്. അവളുടെ മാർക്കാണെങ്കിൽ സൂവും കണ്ടിരുന്നു. അത് കണ്ട് അവനും ഹാപ്പി ആവുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ സൂ ആണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സൂവിന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് ക്ലാസ്സും ആകെപ്പാട് സന്തോഷിക്കുന്നുണ്ട്. അതേസമയം ക്ലാസ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ജെന്നി ആണെങ്കിൽ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവളെ യാത്രയാക്കാൻ ഗോയയും ബാക്കിയുള്ള 2 കൂട്ടുകാരികളും എത്തിയിരുന്നു. ജെന്നിയെ കെട്ടിപ്പിടിച്ച് അവളെ തങ്ങൾ മിസ് ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ അവര് പറയുന്നു. അത് മാത്രല്ല ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങളെ മറക്കരുത് എന്നൊക്കെ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് യൂജുവും ജിയയും എത്തിയത്. ജിയെ കണ്ടപാട് ജിയ ആണെങ്കിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജിയും ജെന്നിയും ഡെസ്ക് മേറ്റ് അല്ലായിരുന്നു. രണ്ടുപേരുടെയും ക്യാരക്ടർ 2ആണ്. ജിയ ഇൻട്രോവേർട്ടും ജെന്നി എക്സ്ട്രോവേർട്ടും ആയിരുന്നു. ജിയ ആണെങ്കിൽ അവളോട് സൂക്ഷിച്ചൊക്കെ പോകണം എന്നും പറഞ്ഞ് അവൾക്കാണെങ്കിൽ കുറച്ച് ഫുഡ് എല്ലാം നൽകുന്നു. ജിയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ പുറത്ത് കാണിക്കണം എന്നുള്ള കാര്യം ജിയയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ജെന്നി ആണെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് എല്ലാം പറയുന്നു. യൂജു ആണെങ്കിലും ജെന്നിക്ക് ഒരു പെയിന്റിംഗ് എല്ലാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അവളെ തങ്ങൾ ഒരുപാട് മിസ് ചെയ്യും എന്നൊക്കെ യൂജു പറയുന്നു. അങ്ങനെ അവർ 5 പേരും ജെന്നി പോകുന്നതൊക്കെ കണ്ട് അവൾക്ക് ടാറ്റ എല്ലാം കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജെന്നി ഇവിടെ വന്നതിന് ശേഷമുള്ള അവളുടെ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് എല്ലാമാണ്. അതിലെല്ലാം അവളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് ഉള്ളത്. അവരുമായിട്ട് ഫുഡ് കഴിച്ചതും കറങ്ങാൻ പോയതും ഒക്കെയാണ് അവൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ തനിക്ക് ഇത്ര നല്ല മെമ്മറീസ് എല്ലാം തന്നെ തന്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ ജെന്നി മനസ്സിൽ താങ്ക്സ് എല്ലാം പറയുന്നു. പിന്നീട് നമ്മൾ യൂജുവിന്റെ നോവലാണ് കാണുന്നത്. യൂജു ആണെങ്കിൽ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു. അതായത് അവളുടെ ടീച്ചേഴ്സിനെ പറ്റി അവൾ എഴുതിയിരുന്ന നോവൽ. ആ നോവൽ ആണെങ്കിൽ അവൾ ഡിലീറ്റ് ചെയ്തെങ്കിലും അതിന്റെ ഒരു എൻഡിങ് അവൾ എഴുതിയിരിക്കുന്നു. ആ എൻഡിങ്ങിലാണെങ്കിൽ 4 ടീച്ചേഴ്സും ഫ്രണ്ട്സ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നതായിട്ടാണ് അവൾ എഴുതുന്നത്. ഇങ്ങനെ ഒരു എൻഡിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും ആ 4 ടീച്ചേഴ്സിനും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് യൂജു ഇങ്ങനെ ഒരു എൻഡിങ് ആ സ്റ്റോറിക്ക് കൊടുക്കുന്നത്. എന്നാൽ അവൾ എഴുതിയ ആ നോവൽ തന്നെയാണ് 2026 മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ് നോവൽ ആയതും. അങ്ങനെ യൂജു ആണെങ്കിലും നേരെ സൂനെ കാണാനാണ് എത്തിയിരിക്കുന്നത്. സൂ ആണെങ്കിൽ പുറത്ത് പഠിക്കാൻ പോവാനായി തീരുമാനിച്ചിരിക്കുന്നു. പഠിക്കാനാണോ അതോ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്നറിയില്ല. എന്തായാലും സൂ ആണെങ്കിൽ നാളെയാണ് അബ്രോഡിലേക്ക് പോകുന്നത്. സൂ പോകുന്നതിന് മുന്നേ യൂജു ആണെങ്കിൽ സൂനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. യൂജു ആണെങ്കിൽ സൂന് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാം കൊടുക്കുന്നു. പുറത്താണെങ്കിൽ മെഡിസിൻ ഒക്കെ നല്ല എക്സ്പെൻസ് ആണ്. വെറുതെ പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂജു ആണെങ്കിൽ സൂന് ആ മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നത്. പനിയൊന്നും പിടിക്കാതെ നോക്കണം. നാദുലുമായിട്ട് കൂടുതലൊന്നും ക്ലോസ് ആവരുത്. നാദുൽ മാത്രമല്ല അവിടെയുള്ള പെൺകുട്ടികളോട് ആരോടും തന്നെ ക്ലോസ് ആവരുത്. പഠിക്കുക, തിരിച്ചു വരിക, അത്രമാത്രം മതി. ക്യൂട്ടായിട്ടുള്ള ആരെയും കണ്ടെന്നും വിചാരിച്ച് അവരെ ഒന്നും ചിരിച്ചു കാണിക്കാനൊന്നും നിൽക്കണ്ട. ആരെങ്കിലും വന്ന് സംസാരിച്ചാലും അവരെ ചിരിച്ചൊന്നും കാണിക്കരുത് എന്നൊക്കെയാണെങ്കിൽ യൂജു സൂനോട് പറയുന്നു. ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനോട് എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിലാണ് അവളാണെങ്കിൽ സൂനോട് പറയുന്നത്. സൂ ആണെങ്കിലും അതെല്ലാം കേട്ട് ചിരിക്കുന്നു. ആദ്യമായിട്ടാന്ന് തോന്നുന്നു സൂ യൂജുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഒന്നും ചിരിക്കല്ലേ, ഇതൊന്നും നല്ലതല്ല എന്നൊക്കെ യൂജു പറയുന്നു. പഠിത്തമായാലും റിസർച്ച് ആയാലും അത് വെക്കേഷൻ ടൈമിൽ മാത്രം ചെയ്താൽ മതി. ക്ലാസ് തുടങ്ങുമ്പോൾ തീർച്ചയായും ഇങ്ങോട്ടേക്ക് തന്നെ വരണം എന്നൊക്കെ യൂജു ആണെങ്കിൽ സൂനോട് പറയുന്നു. നീ പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് വരും. നീ നല്ല രീതിയിൽ തന്നെ നിന്റെ നോവൽ എഴുതണം. അല്ല, അടുത്ത നിന്റെ പ്രൊജക്ട് എന്താണ് എന്നൊക്കെ സൂ ആണെങ്കിൽ യൂജുവിനോട് ചോദിക്കുന്നു. യൂജു ആണെങ്കിൽ താൻ അടുത്തതായി എഴുതാൻ പോകുന്ന നോവലിന്റെ പേരാണെങ്കിൽ അവന്റെ ചെവിയിൽ പറയുന്നു. അത് കേട്ട് സൂൻ ചിരിക്കുന്നുണ്ട്. എന്നാലും യൂജു ആണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മളെ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ് എന്നായിരിക്കും യൂജു സൂന്റെ ചെവിയിൽ പറഞ്ഞത്. അത് കേട്ടിട്ട് സൂം ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ അത് തന്നെയായിരിക്കും. അങ്ങനെ സൂ ആണെങ്കിലും അവളോട് ബൈ എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. യൂജു പോകുന്നത് നോക്കി സൂ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് സ്നോ വീഴാൻ തുടങ്ങിയത്. ഈ വർഷത്തെ ആദ്യത്തെ സ്നോയാണിത്. ഇത് കണ്ട എക്സൈറ്റഡ് ആയ യൂജു ആണെങ്കിലും സൂനെയും വിളിക്കുന്നുണ്ട്. യൂജു തുള്ളിച്ചാടുന്നതെല്ലാം നോക്കി സൂ നിൽക്കുന്നു. ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ റിലേഷനിലായി എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഒരു പക്ഷെ ഇതിനൊരു സീസൺ 2 കാണും. അതിലായിരിക്കും ഇവര് റിലേഷനിലാവുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഈ സീനും കാണിച്ചുകൊണ്ടാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ് എന്ന ഡ്രാമ അവസാനിക്കുന്നത്. ഈ ഡ്രാമ തുടങ്ങിയപ്പോൾ മുതൽ
നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്കെല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറഞ്ഞോട്ടെ. ഇത് മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന ഡ്രാമകൾക്കെല്ലാം ഈ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറഞ്ഞിട്ട് ഈ എപ്പിസോഡും അവസാനിപ്പിക്കുവാണ്. അപ്പോൾ പുതിയൊരു ഡ്രാമയായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.